തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കെ സുധാകരൻ എന്ന KPCC അധ്യക്ഷൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഇടതുപക്ഷം തന്നെയാണ്. തൻ്റെ ഇടവും വലവും ഉണ്ടായിരുന്ന തൻ്റെ സഹപ്രവർത്തകരെ രാത്രിയുടെ മറവിലും മറ്റും കൊന്നും കൊലവിളിച്ചും മുൻപോട്ട് പോയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷമെന്ന് പലവരും പറഞ്ഞിട്ടുണ്ട് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അത്തരത്തിലുള്ള രാഷ്ട്രീയ ജീവിതത്തിലൂടെ കടന്നു വന്ന കെ സുധാകരനെ സംബന്ധിച്ച് പിന്നീടുണ്ടായ ഏറ്റവും വലിയ പ്രഹരം അദ്ദേഹം KPCC അധ്യക്ഷനായി തുടരുന്ന ഈ സമയത്ത് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം കോൺഗ്രസിലെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉയർത്തിയത് തന്നെയാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉണ്ട് എന്നൊരു വാദം പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ അദ്ദേഹം പലയിടങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും ഒരുപോലെ ചില താക്കീതും ഉപദേശവും ഒക്കെ നൽകിയിരിക്കുകയാണ് കെ സുധാകരൻ. ശശി തരൂരിൻ്റെ വിഷയത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി നൽകിയിട്ടുള്ളത്. ശശി തരൂരിൻ്റെ പ്രസ്താവന ചിലർ വ്യാഖ്യാനിച്ച് വലുതാക്കുകയായിരുന്നുവെന്നും വലിയ ദ്രോഹമെന്നും തരൂർ പറഞ്ഞിട്ടില്ലെന്നും ന്യായീകരിച്ചിട്ടുണ്ട് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. തരൂരിൻ്റെ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിട്ടില്ലെന്നും സുധാകരൻ പറയുന്നു. അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല, അതിനു മാത്രമുള്ള വലിയ ദ്രോഹമൊന്നും അയാൾ ചെയ്തിട്ടില്ല. അതിനെ വ്യാഖ്യാനിച്ച് അതിനെ അങ്ങ് കടലിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. നേതാക്കളിൽ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആളുകളുണ്ടാകും, അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. അതൊന്നും ഉള്ളിൽ തട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസമെന്നും സുധാകരൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നുണ്ട്. തരൂരിൻ്റെ പ്രസ്താവന ചില അർത്ഥസത്യങ്ങളുണ്ടെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒരു പ്രസ്താവന നടത്തിയതിൽ ഒരു നേരിയ പ്രശ്നം വന്നപ്പോൾ അത് അവിടെ അവസാനിപ്പിക്കുകയല്ലേ നേതാക്കൾ ചെയ്യേണ്ടത്? ഞാൻ ശശിയെ വിളിച്ചിരുന്നു, ഇനി മേലിൽ ഇത്തരത്തിൽ ആവർത്തിക്കരുതെന്ന് പറയുകയും ചെയ്തു. പാർട്ടി തലത്തിൽ തീരുമാനമെടുത്താൽ അതോടെ പ്രശ്നവും തീർന്നു. DYFI സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ തരൂർ പങ്കെടുക്കില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. സംസ്ഥാനത്തിൻ്റെ വളർച്ച സംബന്ധിച്ച തരൂരിന് അറിയില്ലെന്നും പഠിപ്പിക്കുമെന്നുമായിരുന്നു ഈ വിഷയത്തിൽ VD സതീശൻ നേരത്തെ പറഞ്ഞത്. തരൂരിൻ്റെ ലേഖനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന കോൺഗ്രസ് വെട്ടിലായതിന് പിന്നാലെയാണ് തരൂരിന് കേരളത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ സതീശനും കോൺഗ്രസും തുടക്കമിട്ടത്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ച ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന ലേഖനത്തിലാണ് കണക്കുകൾ ഉദ്ധരിച്ച് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ വ്യവസായ കുതിപ്പുചാട്ടത്തെ തരൂർ വിവരിച്ചത്. കേരളത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെയും UDF നേതാക്കന്മാരുടെയും തെരഞ്ഞെടുപ്പിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായിരുന്നു അത് തകർത്തുകൊണ്ടായിരുന്നു തരൂരിൻ്റെ ലേഖനം. കണക്കുകളും വസ്തുതകളും അവതരിപ്പിച്ച് കോൺഗ്രസ് MP തന്നെ ലേഖനവുമായി എത്തിയതോടെ കോൺഗ്രസിനുണ്ടായ പ്രതിരോധക്ഷയം ചെറുതല്ല. കേരളം വ്യവസായ സൗഹൃദമല്ലെന്നും ഇനിയും ഒരുപാട് വളരാനുണ്ടെന്നുമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാദം. ഏത് കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് ശശി തരൂർ ഇതെല്ലാം പറഞ്ഞതെന്നും സതീശൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ കണക്കുകളും വസ്തുതകളും നിരത്തിയാണ് കേരളത്തിൻ്റെ വളർച്ചയെപ്പറ്റി ശശി തരൂരിൻ്റെ ലേഖനം. സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ അഭൂതപൂർവമായ വളർച്ച, വ്യവസായ അന്തരീക്ഷം, അത്യന്തം അനുകൂലമാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിലെ 1-ാം സ്ഥാനം, ചുവപ്പ് നാട മുറിച്ചുമാറ്റി വ്യവസായ സാഹചര്യമൊരുക്കൽ എന്നിവ തരൂർ പ്രത്യേകമായി ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഇതാണ് കോൺഗ്രസിന് കെ സുധാകരൻ നൽകിയ ആദ്യ തിരിച്ചടി. മറ്റൊന്ന് ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷത്തിന് കെ സുധാകരൻ്റെ വക ഒരു ഉപദേശവും താക്കീതും കിട്ടിയിട്ടുണ്ട്. അതായത് SFIയെ പിരിച്ചുവിടാൻ സംസ്ഥാന സമ്മേളനം തീരുമാനമെടുക്കണമെന്നുള്ളതാണ് കെ സുധാകരൻ്റെ അഭിപ്രായം. സഹപാഠികളെ കൊല ചെയ്യുന്നതും കൊല്ലാക്കൊല ചെയ്യുന്നതും SFIയുടെ മൃഗീയ വിനോദമായി മാറിയ സാഹചര്യത്തിൽ സംഘടനയെ അടിയന്തരമായി പിരിച്ചുവിടണമെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. SFI സംസ്ഥാന സമ്മേളനം ആരംഭിച്ച സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനമാണ് കേരളം കേൾക്കാൻ കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇക്കാര്യത്തിൽ കേരള സമൂഹത്തോടൊപ്പം നിൽക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കൊന്നൊടുക്കിയിട്ട് 1 വർഷം തികയുന്നതിനിടയിൽ എത്രയെത്ര ക്രൂരകൃത്യങ്ങളാണ് ഈ സംഘടന നടത്തിയത്. ഏറ്റവും ഒടുവിൽ കാര്യവട്ടം ക്യാമ്പസും SFI ചോരയിൽ മുക്കി. ബയോടെക്നോളജി 1-ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസിനെ SFIയുടെ ഇടിമുറിയിലിട്ട് മർദ്ദിച്ച് അവശനാക്കി. ഇതൊരു നരഭോജി പ്രസ്ഥാനമാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്നതും അതിക്രൂരമായ റാഗിംഗ് ആണ്. അറസ്റ്റിലായവർ ഇടത് സംഘടനയുടെ ഭാരവാഹികളും SFI പ്രവർത്തകരുമാണ്. എന്നാൽ
പതിവ് പോലെ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ടി.പി. ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയതിനെ ഇപ്പോഴും ന്യായീകരിക്കുന്ന SFIയുടെ ഉള്ളിലുള്ളത് കണ്ണൂരിലെ CPMകാരുടെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വിത്തുകളാണ്. സിദ്ധാർത്ഥിൻ്റെ ശരീരത്തിൽ 19 ഗുരുതര മുറിവുകൾ ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ഉത്തരവാദികളായ SFIക്കാരുടെ ജാമ്യം, തുടർപഠനം എന്നിവയിൽ സർക്കാർ സംരക്ഷണം നൽകിയതുകൊണ്ട് അവർ ഇപ്പോഴും വിലസി നടക്കുന്നു. പിണറായി വിജയന്റെ രണ്ടാം ഭരണമാണ് SFIയെ ഇത്രമാത്രം അധപ്പതിപ്പിച്ചത്. CPIയുടെ വിദ്യാർത്ഥി സംഘടനയിലെ പെൺകുട്ടികളെ അടക്കം കൊടിയ മർദ്ദനമാണ് SFIയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. മയക്കുമരുന്ന് ലോബി മുതൽ ഗുണ്ടാ തലവന്മാർ വരെയുള്ളവരുടെ സഹായത്തോടെയാണ് ക്യാമ്പസുകളിൽ കുട്ടി സഖാക്കൾ വിലസുന്നത്. ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് വ്യാപിപ്പിക്കുന്നതിൽ SFIയുടെ പങ്ക് അന്വേഷണ വിധേയമാക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. എന്തായാലും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾക്കും പാർട്ടിക്കെതിരായി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷത്തിനും എതിരായി തക്കതായ മറുപടിയാണ് കെ. സുധാകരൻ നൽകിയിരിക്കുന്നത്.